രണ്ടത്താണിയിലെ സ്ഥിരം അപകട സ്ഥലത്ത് വീണ്ടും അപകടം. ഇന്നും കാർ റോഡിൽ തെന്നി ഡിവൈഡറിൽ ഇടിച്ച് അപകടമുണ്ടായി. ആർക്കും പരിക്കേറ്റിട്ടില്ല. ഒരേ സ്ഥലത്ത് നടക്കുന്ന 10ാമത്തെ അപകടമാണിത്. ഒരേ സ്ഥലത്ത് തന്നെ അപകടങ്ങൾ തുടർക്കഥയാകുന്നതിനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-യോടെയാണ് അപകടമുണ്ടായത്. അതിവേഗത്തിലെത്തിയ കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതോടെ നിയന്ത്രണം വിടുകയും റോഡരികിലെ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചു കയറുകയുമായിരുന്നു. അപകടത്തിൽ കാറിന് നേരിയ കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ല. രണ്ടത്താണിയിലെ ദേശീയപാതയിൽ ഒരേ സ്ഥലത്ത് തന്നെ നടക്കുന്ന 10ാമത്തെ അപകടമാണിത്. ഒരു സ്ഥലത്ത് തന്നെ അപകടം തുടർക്കഥയാകുന്നതിനുള്ള കാരണങ്ങൾ വ്യക്തമല്ല. കഴിഞ്ഞയാഴ്ച തുടർച്ചയായ 2 ദിവസങ്ങളിൽ ഇതേ സ്ഥലത്ത് അപകടമുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ 18-ന് ബുധനാഴ്ച രാവിലെയാണ് നിയന്ത്രണം വിട്ട കാർ റോഡിലെ ഡിവൈഡറിൽ ഇടിച്ചത്. അതിന് തൊട്ട് തലേ ദിവസം ചൊവ്വാഴ്ച രോഗിയുമായി പോയ ആംബുലൻസും അപകടത്തിൽപ്പെട്ടിരുന്നു. പുതിയ 6-വരിപ്പാത തുറന്നതിനു ശേഷം എണ്ണിയാലൊടുങ്ങാത്ത ചെറുതും വലുതുമായ അപകടങ്ങളാണ് ദേശീയപാതയിൽ നടക്കുന്നത്. എടരിക്കോടിനും കുറ്റിപ്പുറത്തിനുമിടയിൽ ഇതുവരെ 1/2 ഡസനോളം അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിലൊരു യുവതിക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. മഴയിൽ റോഡ് കുതിർന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ വാഹനം റോഡിൽ തന്നെയാണ് മിക്ക അപകടങ്ങളും നടന്നിട്ടുള്ളത്. കേരള വിഷൻ, രണ്ടത്താണി.